നമസ്കാരം, ഞാൻ രവികേശൻ. ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യുന്നത് എക്കോ എന്ന് പറഞ്ഞ ഏറ്റവും പുതിയ സിനിമയെക്കുറിച്ചാണ്. നമുക്ക് 2024 കിഷ്കിന്ധകാണ്ഡം എന്ന് പറഞ്ഞ അതിമനോഹരമായ ഒരു ചിത്രം പ്രദാനം ചെയ്ത ദിൽജിത്ത് അയ്യന്താനാണ് ഈ സിനിമയും സംവിധാനം ചെയ്തിരിക്കുന്നത്. വളരെ അവധാനതയോടുകൂടി, വളരെ ശ്രദ്ധയോടുകൂടി നമ്മളെ അത്ഭുതപ്പെടുന്ന രീതിയിലാണ് അദ്ദേഹം ആ എക്കോ എന്ന് പറഞ്ഞ സിനിമ നമ്മുടെ മുന്നിലേക്ക് എത്തിച്ചിരിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ സിനിമ നമ്മളെ എന്തുമാത്രം വിസ്മയിപ്പിച്ചു എന്ന് നമുക്കറിയാം. അതിനേക്കാൾ ഒരു പടിയെങ്കിലും മുന്നേ നിൽക്കുന്ന ഒരു സിനിമയാണ് എക്കോ എന്ന് പറഞ്ഞ അതിമനോഹര കൊച്ചു സിനിമ. 127 ഒരു സസ്പെൻസ് ത്രില്ലറിൻ്റെ ഒരു ഫോർമാറ്റിലാണ് സിനിമ പറയുന്നത്. 127 മിനിറ്റുകൾ സിനിമ തുടങ്ങിയാൽ തീരുന്നത് നമ്മൾ അറിയുന്നില്ല. അതേപോലെ അതിസൂക്ഷ്മമായ സംവിധാന പാഠവുമാണ് അയ്യന്തൻ നമ്മുടെ മുന്നിൽ പ്രദാനം ചെയ്തിരിക്കുന്നത്. അയ്യന്തനോടൊപ്പം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കണ്ടാണ് അവരുടെ അതേ ഗ്രൂപ്പാണ് ഈ കിഷ്കിന്ധകാണ്ഡം എന്ന് പറഞ്ഞ സിനിമ നമ്മളിലേക്ക് പകർന്നു തന്ന അതേ ഗ്രൂപ്പാണ് ഇതിൻ്റെ എല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്നത്. കഥയും തിരക്കഥയും സംഭാഷണവും സംവിധാനവും എഴുതി ക്യാമറ ചലിപ്പിച്ചിരിക്കുന്നത് ഉൾപ്പെടെ ബാഹുൽ രമേശാണ്. അദ്ദേഹത്തിൻ്റെ തിരക്കഥാ വൈഭവത്തെക്കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതില്ല. കിഷ്കിന്ധകാണ്ഡം കണ്ട എല്ലാ മനുഷ്യർക്കും അത്ഭുതപ്പെട്ടതാണ് അദ്ദേഹത്തിൻ്റെ ഒരു തിരക്കഥ രചന വൈഭവം. അദ്ദേഹം ഇവിടെയും വീണ്ടും ആവർത്തിച്ചിരിക്കുകയാണ്. അതിസൂക്ഷ്മമായിട്ട് അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള സസ്പെൻസ് ത്രില്ലർ എന്ന സിനിമയുടെ ഫോർമാറ്റ് നിലനിർത്താൻ എന്തെല്ലാം കാര്യങ്ങൾ വേണോ അതിനെല്ലാം വളരെ അതീവ സൂക്ഷ്മതയോടുകൂടി അടുക്കും ചിട്ടയിലും ഘടനയോടുകൂടി ഒരു തിരക്കഥ തന്നെയാണ് ബാഹുൽ രമേശ് നമുക്ക് എക്കോ എന്ന സിനിമയിൽ കൂടി നമ്മുടെ മുന്നിലേക്ക് നൽകിയിരിക്കുന്നത്. അദ്ദേഹം അണിയിച്ചൊരുക്കിയ ആ ഘടനയൊത്ത തിരക്കഥയെ അതിസൂക്ഷ്മതയോടുകൂടി ആ തിരക്കഥയ്ക്കുള്ളിലേക്ക് ആഴ്ന്നിറങ്ങി അതിലെ അതിസൂക്ഷ്മമായ അംശങ്ങളെപ്പോലും സ്വാംശീകരിച്ചുകൊണ്ടാണ് ദിൽജിത്ത് അയ്യന്താൻ സംവിധാനം ചെയ്ത് നമ്മുടെ മുന്നിലേക്ക് എക്കോ എന്ന് പറഞ്ഞ കൊച്ചു മനോഹര സിനിമ എത്തിച്ചിരിക്കുന്നത്. എഡിറ്റിങ് പഴയ ടീം തന്നെയാണ്. സൂരജ് ES ആണ് അദ്ദേഹം. സിനിമ നമ്മൾ ഒരു ഫ്രെയിമിൽ നിന്ന് വേറൊരു ഫ്രെയിമിലേക്ക്, അല്ലെങ്കിൽ ഒരു സീനിൽ നിന്ന് വേറൊരു സീനിലേക്ക് സിനിമ നമ്മൾ പ്രേക്ഷകർ അറിയാത്ത രീതിയിൽ അത്ര അതിമനോഹരമായ എഡിറ്റിങ്ങാണ് അദ്ദേഹം നിർവഹിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ സംഗീതം, അത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം സംഗീതം പകർന്ന അദ്ദേഹം തന്നെ മജീദാണ് ഈ സിനിമയ്ക്കും സംഗീതം പകർന്നിരിക്കുന്നത്. സിനിമയ്ക്ക് പാട്ടില്ല, പക്ഷേ പശ്ചാത്തല സംഗീതമാണ്. ആ സിനിമയോടൊപ്പം ഇഴുകിച്ചേർന്ന് നിൽക്കുന്ന രീതിയിൽ അതിമനോഹരവും സൂക്ഷ്മവുമായ എന്നാൽ വളരെ ലാളിത്യത്തോടു കൂടിയ സംഗീതമാണ് മജീദ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്നത്. അങ്ങനെ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അതിമനോഹരമായ ഒരു കൊച്ചു സിനിമയാണ്. 127 മിനിറ്റ് മാത്രം നിൽക്കുന്ന, നമ്മളെ ഒരു നിമിഷം പോലും പ്രേക്ഷകരെ ആരെയും ആ സിനിമ മുഷിപ്പിക്കുകയോ നമ്മൾക്ക് ഒരു ആ സിനിമ തീരുന്നു മറ്റു പല സിനിമകളാണ് നമുക്ക് തീരുന്നില്ല എന്നൊരു തോന്നലുണ്ടാകും. ഈ സിനിമ പക്ഷേ അങ്ങനെ ഒരു തോന്നൽ നമ്മളുണ്ടാക്കുന്നതില്ല. അത് തുടങ്ങിയാൽ 127 മിനിറ്റ് തീരുന്നിടം വരെ സസ്പെൻസും ത്രില്ലറും എല്ലാം ഉൾക്കൊണ്ടിച്ചുകൊണ്ട് അതിമനോഹരമായ രീതിയിൽ തന്നെയാണ് സിനിമ പരിപൂർണതയിലേക്ക് എത്തുന്നത്. ഇതിനകത്ത് ആർട്ടിസ്റ്റുകളായിട്ട് വന്നിരിക്കുന്നത് പ്രധാനമായിട്ടും ഒരുപിടി ആർട്ടിസ്റ്റുകളേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ. അതിനകത്ത് പ്രധാനമായിട്ടും 3 ആർട്ടിസ്റ്റുകളാണ് ഉള്ളത്. സന്ദീപ് പ്രദീപ്, നമുക്കറിയാം, അദ്ദേഹത്തെ നേരത്തെ നമ്മൾ 2 സിനിമകൾ കണ്ടിട്ടുള്ളതാണ്. പിയൂസ് എന്ന കഥാപാത്രത്തെയാണ് സന്ദീപ് പ്രദീപ് അവതരിപ്പിക്കുന്നത്. അതോടൊപ്പം സൗരവ് സച്ചിദേവ്, അദ്ദേഹമാണ് കുര്യച്ചൻ എന്ന് പറഞ്ഞൊരു കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. പിന്നെ ബിയാന മോമിൻ എന്ന് പറയുന്ന ഒരു ഭാഷയിൽ നിന്നൊരു സ്ത്രീ കഥാപാത്രമുണ്ട്. അവരാണ് മ്ലാത്തി ചേട്ടത്തി എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തിൽ. ഈ 3 കഥാപാത്രങ്ങളാണ് ആ സിനിമയിൽ ആദ്യം അദ്യാന്തം നിറഞ്ഞു നിൽക്കുന്നത്. അവരെ സപ്പോർട്ട് ചെയ്യാനായിട്ട് കൂടെ നമ്മുടെ വിനീതുണ്ട്, ബിനു പപ്പു ഉണ്ട്, അശോകനുണ്ട്, പിന്നെ ഒരുപിടി മറ്റ് കഥാപാത്രങ്ങളുണ്ട്. അതൊരു 10 പേരിൽ താഴെയുള്ള കഥാപാത്രങ്ങളെ മാത്രം വിന്യസിച്ചുകൊണ്ടാണ് അതിമനോഹരമായ എക്കോ എന്ന് പറഞ്ഞ സിനിമ നമ്മുടെ മുന്നിൽ എത്തിച്ചിരിക്കുന്നത്. ആ സിനിമ എല്ലാവരും കൃത്യമായിട്ട് കണ്ട് സിനിമയെ പ്രോത്സാഹിപ്പിക്കേണ്ട നല്ല അർഹതയുള്ള യോഗ്യതയുള്ള വളരെ നല്ലൊരു ചിത്രമാണ്. ഈ ചിത്രത്തിന് എന്നാൽ 1-2 ചെറിയ പോരായ്മയുണ്ട്. ആ പോരായ്മകളോട് സൂചിപ്പിക്കാതിരിക്കാൻ നിർവാഹമില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദിൽജിത്താണെങ്കിലും അതിൻ്റെ തിരക്കഥ എഴുതിയ ബാഹുൽ രമേശ് ആണെങ്കിലും അതിഭയങ്കരമായ അർപ്പണബോധത്തോടു കൂടിയും ശ്രദ്ധയോടും കൂടി ചെയ്തിരിക്കുന്ന സിനിമയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനകത്ത് ചെറിയ വീഴ്ചകൾ വന്നിട്ടുണ്ടെങ്കിൽ ആ വീഴ്ചകൾ ഇനി ആവർത്തിക്കാതിരിക്കാൻ വേണ്ടി അവരുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരേണ്ടത് എൻ്റെ ഒരു ആവശ്യം എന്നുള്ള രീതിയിൽ, ഞാനൊരു കുറ്റമെന്നുള്ള രീതിയിലല്ല പറയുന്നത്. എന്നാൽ അവരുടെ ശ്രദ്ധ കൂടുതൽ അവരുടെ ശ്രദ്ധ വേണം എന്നതുകൊണ്ട് പറയുന്നതാണ്. ഒന്ന്,
ഇതിനകത്ത് ഈ ബിയാന മോമിൻ എന്ന് പറഞ്ഞ സ്ത്രീ കഥാപാത്രം അവരെപ്പോഴും ഭയപ്പാടുള്ള പിയൂസ് എന്ന് പറയുന്ന ആ കൊച്ചു പയ്യനെ അവർക്ക് കാവൽക്കാരനായിട്ട് അവിടെ നിൽക്കുന്നു എന്ന വ്യാജേന വന്നിരിക്കുന്ന പയ്യനെ കാണുന്നത്. ഈ സ്ത്രീക്കറിയാം പിയൂസിൻ്റെ ഉദ്ദേശം എന്താണെന്ന്, ലക്ഷ്യം എന്താണെന്നും. പക്ഷേ എന്നിട്ട് പോലും അവർ കാവൽക്കാരായിട്ട് വീടിന് വെളിയിൽ വെച്ചിരിക്കുന്ന നായ്ക്കളെ, വേട്ട നായ്ക്കളെ 2 എണ്ണത്തിനെ അല്ലെ 1 2 എണ്ണത്തിനെ പോലും വീടിനുള്ളിൽ അവർക്കൊരു കാവലായിട്ട് രാത്രിയിലും മറ്റു സമയങ്ങളിലും കാവലായിട്ട് വെക്കുന്നില്ല എന്ന് പറയുന്നത് ആ സിനിമയുടെ മൊത്തത്തിലുള്ള ഒരു യുക്തിഭദ്രതയെ നശിപ്പിക്കുന്നു എന്നുള്ള ഒരു കാര്യമുണ്ട്. അത് ചെയ്യാമായിരുന്നതാണ്. പിന്നെ രണ്ടാമത് എൻ്റെ ലൊക്കേഷൻ ശരിക്കും പറഞ്ഞാൽ മറ്റേ കിഷ്കിന്ധകാണ്ഡം പോലെ തന്നെ സിനിമയുടെ ആയിട്ട് ചേർന്നിരിക്കുന്ന നല്ല ഒരു ലൊക്കേഷൻ തന്നെയാണ്. പക്ഷേ ഇവിടെ ആ വീട്, കാര്യം ഈ കുര്യച്ചൻ എന്ന് പറഞ്ഞ കഥാപാത്രം 3-4 ജില്ലകളിൽ പരന്നു കിടക്കുന്ന എസ്റ്റേറ്റിൻ്റെ ഉടമയാണെന്നാണ് പറഞ്ഞത്. പക്ഷേ ആ വീട് കണ്ടു കഴിഞ്ഞാൽ അതിഭയങ്കര ദാരിദ്ര്യം നിഴലിക്കുന്ന ഒരു ചെറിയ വീട്, ഇച്ചിരി ആഠ്യത്യമുള്ള ഒരു നല്ലൊരു വീട് ഉണ്ടായിരുന്നെങ്കിൽ ആ ലൊക്കേഷൻ ഇച്ചിരി ഒന്ന് സൗകുമാര്യമാകുമായിരുന്നു. അത് സിനിമയുടെ കഥയെ പറയുന്ന പ്രതലത്തോട് കുറച്ചുകൂടെ താതാത്മ്യം പ്രാപിക്കുമായിരുന്നു എന്നുള്ളത് സത്യമാണ്. പിന്നെ എൻ്റെ ശ്രദ്ധയിൽ വന്ന 2 കാര്യങ്ങൾ, അതിൽ ഒന്ന് ഈ എഡിറ്റിംഗ് അവസാന സമയത്തെ ക്ലൈമാക്സിലെ ഒരു എഡിറ്റിങ്ങിനകത്ത് വന്നൊരു പിഴവാണ്. ശരിക്കും നമ്മുടെ പിയൂസ് എന്ന് പറഞ്ഞ കഥാപാത്രം ഈ മ്ലാത്തിച്ചേർത്തി എന്ന് പറഞ്ഞ കഥാപാത്രത്തെ കൊല്ലാനായിട്ട് ശ്രമിക്കുന്ന ഒരു ഉദ്യമം നമ്മൾ ഒരു ഷോട്ടുകൾ കാണുന്നുണ്ട്. പിയൂസ് ഒരു കത്തി എടുക്കുന്നത്. ആ സമയത്ത് വേട്ട നായ്ക്കൾ ഒത്തിരി ദൂരെ നിൽക്കുകയാണ്. എന്നാൽ ആ മ്ലാത്തിച്ചേർത്തി ഇയാളെ പിയൂസിനെ സംശയത്തോടെ ഒന്ന് നോക്കി പുഞ്ചിരിച്ച് അതേ നോട്ടം ആ പിന്നിൽ ദൂരെ നിൽക്കുന്ന വേട്ട നായ്ക്കളിലേക്കൊന്ന് പോവുകയും വേട്ട നായ്ക്കൾ അതിന് ശേഷം കട്ട് ചെയ്തിട്ട് ഷൂട്ടിൽ ഈ പറയുന്ന നമ്മുടെ പിയൂസ് എന്ന് പറയുന്ന കഥാപാത്രത്തിൻ്റെ അടുത്തേക്ക് വരുന്നതുമായിട്ടൊന്ന് കാണിച്ചിരുന്നു എങ്കിൽ ഇതിനകത്ത് യഥാർത്ഥ വില്ലത്തി ഈ പറയുന്ന മ്ലാത്തിച്ചേർത്തിയാണ് എന്നുള്ളൊരു സൂചന കുറച്ചുകൂടെ ദൃഷ്ടാന്തമായിട്ട് പ്രേക്ഷകരിലേക്ക് പകരുമായിരുന്നു എന്നൊരു ചെറിയ സജഷനാണ് എനിക്കുള്ളത്. ഈ 1-2 ചെറിയ പോരായ്മകൾ ഒഴിച്ചു നിർത്തിയാൽ അത്ഭുതകരമായ അതീവ ശ്രദ്ധയോടെ അതീവ സൂക്ഷ്മതയോടെ കൂടി ചെയ്ത ഒരു ചിത്രമായിട്ട് മാത്രമേ എക്കോയെ കാണാൻ പറ്റുള്ളൂ. അതുകൊണ്ട് എക്കോ എല്ലാവരും കാണേണ്ട സിനിമയാണ്, എല്ലാ പ്രോത്സാഹനം നൽകേണ്ട സിനിമയാണ്. അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാ കലാകാരന്മാർക്കും, പ്രത്യേകിച്ച് ദിൽജിത്ത്, ബാഹുൽ രമേശ്, സൂരജ്, മജീദ്, പിന്നെ കഥാപാത്രങ്ങളായിട്ട് വന്ന സന്ദീപ്, പ്രദീപ്, വിനീത്, ബിനു പപ്പു, അശോകൻ, ഇങ്ങനെ എല്ലാവരും അവരവരുടെ റോളുകൾ. കാസ്റ്റിംഗ് അതിൻ്റെ ഒരു വലിയ പ്രത്യേകതയായ ഒരു ഘടകമാണ്. ഓരോ കഥാപാത്രത്തിനും അനുയോജ്യരായ ആൾക്കാരെയാണ് കണ്ടുപിടിച്ച് അഭിനയിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ കാസ്റ്റിങ്ങും ആ സിനിമയുടെ വളരെ പ്രാധാന്യമുള്ള ഒരു ഘടകമായിട്ട് തന്നെയാണ് എനിക്ക് അടിവരയിട്ട് പറയാനുള്ളത്. അങ്ങനെ എക്കോ എന്ന് പറയുന്ന സിനിമയെ നല്ല രീതിയിൽ ഒരു ക്ലാസ് സിനിമ എന്നുള്ള രീതിയിൽ ഞാൻ അതിനെ റിവ്യൂ ചെയ്യുകയാണ്. നന്ദി, നമസ്കാരം.